അതിന് നമ്മൾക്ക് സഹായിക്കുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. മീറ്റിങ്ങുകളും എല്ലാം നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഓൺലൈനായിട്ടും ഉള്ള മീറ്റിങ്ങുകൾ ഇപ്പൊ നമ്മ ഇന്ന് കാണുന്നത് പോലെ ഓൺലൈനായിട്ട് സൂം മീറ്റിങ്ങിലും മറ്റും നമ്മൾക്ക് വളരെയധികം ട്രെയിനിങ് ലഭിക്കുന്നതാണ്. പിന്നെ ഓഫ്ലൈൻ ആയിട്ടും എല്ലാം പേര് തന്നെ ഇന്ന് ലോകമെങ്ങും അറിയപ്പെടുന്നതാണ്. അതേപോലെ നമ്മുടെ MLC കൊച്ചിയിലുള്ള MLC, തിരുവനന്തപുരം, കോഴിക്കോട് ഇങ്ങനെ MLC-കളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിനുള്ള ധൈര്യവും ഈ സ്വപ്നം കാണാനുള്ള ധൈര്യവും അതൊരു പ്രാധാന്യമാണ്. നമുക്ക് സ്വപ്നം കാണാനുള്ള ഒരു ധൈര്യം വേണം. അത് നമുക്ക് ലഭിക്കുന്നതിന് നമ്മളുടെ MLC ഒക്കെ നമ്മളെ സഹായിക്കും. അവിടെയുള്ള അനവധിയായിട്ടുള്ള ലീഡേഴ്സിനെയൊക്കെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. പിന്നെ നമ്മൾ അവരൊരു കൂട്ടായ്മയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ശരിക്കും നമ്മൾ ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മോട്ടിവേഷൻ ആയിരിക്കുള്ളൂ. പിന്നെ നമ്മളുടെ സർട്ടിഫിക്കേഷനും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾക്കുണ്ട്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ടൂൾസ് നേരത്തെ പറഞ്ഞ ഒരുപാട് ബുക്സ് നമ്മൾക്ക് ഉണ്ട്. അതെല്ലാം നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ പ്ലാനുകളെ പറ്റിയും എല്ലാം കണ്ടു പഠിക്കുക. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഈ ന്യൂസ് പേപ്പറുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ അനവധി ടൂൾസ് നമുക്ക് ലഭിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ശേഖരിച്ച് വെക്കുക. നമുക്ക് അനുയോജ്യമായ സ്ഥലത്ത് അതൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ നല്ല രീതിയിലുള്ള വരുമാനമെല്ലാം ഏൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതെല്ലാം ചോദിച്ചു കഴിയുമ്പോൾ ഇതിന് ഉത്തരം നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തേണ്ടതാണ്. ഈ ഇത്രയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇഫ് നോട്ട് മോദി കെയർ, മോദി കെയർ അല്ലാതെ മറ്റെന്ത്? ഇങ്ങനെ ഒരു അവസരം ഇല്ല. ഈ വേറെ ഇതിലും നല്ല അവസരം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പോവാം. പക്ഷെ ഇത്രയും എല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾക്കൊരു ഇതിന് മനസ്സിലാവും, മോദി കെയർ അല്ലാതെ ദെൻ വാട്ട്, വേറെ എന്ത്? അപ്പൊ ഇത്രയും ഉള്ള നല്ലൊരു അവസരമുള്ള വേറൊരു ഇതും എന്റെ അനുഭവത്തിൽ ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഈ ചോദ്യം തന്നെ പ്രസക്തമാക്കുന്ന രീതിയിൽ മോദി കെയറെ ഞാൻ എടുക്കൂ എന്ന് തന്നെ ഞാൻ പറയും. ഇഫ് നോട്ട് യു ദെൻ ഹൂ? നിങ്ങളല്ലാതെ വേറെ ആരാണ് ഇത് ചെയ്യുന്നത്? കാരണം ഇതെല്ലാം ഉപയോഗിച്ച് നമ്മളെ പോലെ ഇപ്പൊ നമ്മൾക്ക് ചെയ്യാം. ഇതേപോലെ ഈ സൂമിലും മറ്റുള്ള പല ഇതിലും കണ്ട് മനസ്സിലാക്കുന്ന ആളുകൾ അവര് ചെയ്യും. അപ്പൊ അവർക്ക് കിട്ടും. അപ്പൊ നമ്മളിത് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ വേറെ പലരുമുണ്ട്. പക്ഷെ നമ്മളിത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, നമ്മളല്ലാതെ വേറെ ആര്? ഇഫ് നോട്ട് നൗ, ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോൾ? നമ്മൾക്ക് പൊതുവെ ഈ മനുഷ്യരുടെ മനസ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് മടി മുന്നിലേക്ക് നിൽക്കുന്ന രീതിയിലാണ്. കാരണം ശരീരത്തിന് അനങ്ങുന്നതോ പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ ഈ തലച്ചോറ് പ്രവർത്തിക്കുന്നതോ ഒന്നും ശരീരത്തിന് പൊതുവെ ഇഷ്ടമല്ല. ഇതെല്ലാം മറികടക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ ഒരു 3-5% ഉള്ളൂ. അപ്പൊ അവരാണ് ഇന്നുകളിൽ ജീവിക്കുന്നത്. നമ്മൾ ഇപ്പൊ മുൻപ് ഞാനൊരു ചൊല്ലി കേട്ടത്, നമ്മൾ ഇന്നുകളിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾക്ക് നാളെ ഇല്ലെന്ന്. നമ്മൾക്ക് എപ്പോഴും ഇന്നായിരിക്കുള്ളൂ. ഓരോ കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്തു തീർക്കുന്നവരാണെങ്കിൽ നാളെ എന്ന അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകില്ല. അല്ലാത്തവർക്ക്, ഇന്നുകളില്ലാത്തവർക്ക് എപ്പോഴും നാളെ ആയിരിക്കും. അതേപോലെ ഇഫ് നോട്ട് നൗ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ? നമ്മൾക്ക് എല്ലാ അവസരവും തെളിഞ്ഞു വന്നിട്ട് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഇപ്പോ ഏറ്റവും നല്ല അവസരം നമുക്ക് ചെയ്യാവുന്നത് ഇപ്പോഴാണ്, നാളെയല്ല. നാളേക്ക് നീട്ടിവെച്ചാൽ നാളെ നീളെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് അതാണ്. പിന്നെ നമ്മളേതൊരു യാത്രയിലും അനേകായിരം, ആയിരമോ അതിനപ്പുറമോ മൈലുകൾ നമ്മൾ താണ്ടണമെങ്കിൽ ഒരു കസേരയിൽ ഇരുന്നിട്ട് നമ്മൾക്കത് താണ്ടാൻ പറ്റില്ല. നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കണം. അപ്പൊ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. നിങ്ങളും അതേപോലെ തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ഇവിടെ വെക്കാം. അപ്പൊ അതിന് എല്ലാവർക്കും നമ്മുടെ മോദി കെയറിലേക്ക് ഹാർദവമായ, ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ഗസ്റ്റുകൾക്കും ഇതില്
ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, ജോയിൻ ചെയ്തവർക്കും അവരൊരു സ്റ്റെപ്പ് വെച്ച്, പക്ഷെ എങ്കിലും ആക്ഷൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും ഇതിലേക്ക് വളരെ ഹാർദമായിട്ട്, ഇതൊരു പണമുണ്ടാക്കാവുന്ന ഒരു മാർഗം മാത്രമല്ല, ഇതൊരു സമൂഹമാണ്, നല്ലൊരു കമ്മ്യൂണിറ്റി. അതായത് നമ്മൾ അതിലേക്ക് ഇറങ്ങി മാത്രമേ അതിലേക്ക് പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഈ മദ്യം മറന്നു പോകും, നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും നമ്മളിലുള്ള വ്യക്തിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഇതിൽ വരുമെന്നുള്ളത്. കാരണം ഞാനത് തികച്ചും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഏറ്റവും ചുരുങ്ങി പറഞ്ഞാൽ എറണാകുളം ടൗൺ, അതായത് ഈ കോർപ്പറേഷൻ പരിസരത്ത് എനിക്ക് ആകെയുള്ള ബന്ധുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളുരുത്തിയിലുള്ള 2 വീടുകൾ മാത്രമേ എനിക്ക് അറിയാവുന്നതായിട്ടുള്ളൂ. അതായത് എൻ്റെ അവസ്ഥ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. പക്ഷെ ഇന്ന് എനിക്ക് എറണാകുളം മേഖലയിൽ അല്ലെങ്കിൽ കൊച്ചി മേഖലയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എണ്ണിയാലൊടുങ്ങാത്തത്ര സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ട്. അതെനിക്ക് മോദി കേരളം നിശ്ചയമാണ്. അതേപോലുള്ള അവസ്ഥ എല്ലാവർക്കും, അത് എറണാകുളം മാത്രമല്ല പല ഭാഗത്തുള്ളത്. എറണാകുളത്തിന്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞാണ്. എനിക്ക് പാലക്കാട്, വയനാട്, കണ്ണൂര്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈക്കം, ആലപ്പുഴ, ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ എനിക്ക് ഇന്ന് നല്ല നല്ല സുഹൃത്തുക്കൾ, അതായത് നമ്മളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ഇതിൽ ആദ്യമായിട്ട് വരുന്ന എല്ലാവർക്കും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും തയ്യാറാണെങ്കിൽ നമ്മൾക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഒത്തൊരുമയോടുകൂടി ഇന്നത്തെ ഈ ദുഷ്കരമായ ജീവിത സാഹചര്യങ്ങളിൽ, ആ ദുഷ്കരമായതെന്ന് ഞാൻ പറയുന്നത് ഇന്ന് വരുമാനം കുറവും ചെലവ് കൂടുതലുമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് നമ്മൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം ഒരു മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് നമ്മൾക്ക് ഇതിലെല്ലാവർക്കും കൂടെ ഒത്തൊരുമിക്കാം. അപ്പോൾ എന്നെ കേട്ടിരുന്ന, എനിക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടാവാം, അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഇതിൽ ഒരവസരം തന്ന ട്രീസ മേഡത്തിനും പിന്നെ ഈ ഗ്രൂപ്പിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവർക്കും, സർവോപരി നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ ജോളി സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത്തിരി താമസം നേരിട്ടു, അതിൽ എന്നോട് ട്രീസ മേഡം ക്ഷമിക്കണം. താങ്ക് യു. താങ്ക് യു രാജീവ് സാറ്, സൂപ്പറായിട്ട് പ്രസന്റേഷൻ. സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ നന്നായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. നമ്മൾ വലിയ സ്വപ്നം കാണണം, സ്വപ്നങ്ങൾ എഴുതി വെക്കണം, നമുക്കൊരു വിഷൻ ബോർഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ അവസരത്തിൽ എന്തെല്ലാം കിട്ടും എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ നമ്മളൊന്ന് ഇറങ്ങി പുറപ്പെടുക. ഇത് കേട്ടിരുന്ന എല്ലാവർക്കും സന്തോഷമായി, ഈ അവസരം കേട്ടത് നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ അവസരം ഇന്ന് തന്നെ ഇവിടെ കേട്ട മാതിരി നാളെ എന്ന് പറഞ്ഞ് നീളെ ആയി പോകാതെ ഈ അവസരം ഇന്നാണ് സുദിനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ അവസരം ഉപയോഗിക്കുക. എല്ലാവരും ഇതിൽ അസോസിയേറ്റ് ചെയ്യുക. താങ്ക് യു രാജീവ് സാർ, വളരെ സുന്ദരമായിട്ട് ഇവിടെ പ്രസന്റേഷൻ അവതരിപ്പിച്ചതിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു മാഡം. താങ്ക് യു രാജീവ് സാർ, സൂപ്പർ ആയിരുന്നു. ഇനി നമ്മൾക്ക് നമ്മളുടെ ആരാധനായിട്ടുള്ള ജോളി സാറ് ഞങ്ങളെ എല്ലാം ഇങ്ങനെ കൂട്ടിയിണക്കി നിരന്തരം വിളിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്ന, എല്ലാം വരുമാനങ്ങളും ആസ്വദിച്ചുകൊണ്ട് അല്ലേ, കാറ്, ടൂറ്, ഹോം, അതുപോലെ തന്നെ ധാരാളം സമ്പാദ്യങ്ങളും ഇതിലൂടെ അദ്ദേഹം സ്വരുക്കൂട്ടിയിട്ടുണ്ട്. ഭംഗിയായിട്ട് ആഡംബരമായിട്ട് തന്നെ മകളുടെ കല്യാണം നടത്താൻ സാധിച്ചു. ഒത്തിരി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ 2ാമത്തെ കാറാണ് സാറ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും എല്ലാവരെ കൊണ്ടും അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവണത അദ്ദേഹത്തിനുണ്ട്. ഇന്നും ജോയിനിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു, അവരെ ഇതിൽ പങ്കെടുപ്പിക്കുന്നു, അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു, മീറ്റിംഗ് കേൾപ്പിക്കുന്നു, ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നു, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുകൊണ്ടു പോകുന്ന ആ ഒരു ആരാധനായിട്ടുള്ള ക്ഷമയുടെ മകുടമായിട്ടുള്ള നമ്മുടെ തമ്പനത്തിന്റെ വലിയൊരു അംബാനി എന്നറിയപ്പെടുന്ന ഗ്രേറ്റ് ലീഡർ. വെൽക്കം ജോളി സാർ. താങ്ക് യു ട്രീസ മാഡം. പറഞ്ഞ വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. അല്പം കൂടിപ്പോയോ എന്നൊരു ചെറിയ സംശയം, അഭിനന്ദനം കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്.
എന്റെ ശബ്ദം ക്ലിയർ ആണോ? ഓഡിയബിൾ ആണോ? കറക്റ്റ് ആണോ? ക്ലിയർ ആണ് സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. നെറ്റ്വർക്ക് ഇഷ്യൂ ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും യെസ്. പ്രത്യേകം നന്ദിയും ഈ പ്രോഗ്രാമിലായിരിക്കുന്നതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതെന്ന് നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് പലരും. ദ റോഡ് ഈസ് ലെസ് ട്രാവൽഡ്. മറ്റുള്ളവർ സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ, മറ്റുള്ളവർ ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കുന്നവർ, വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതെന്ന് പല പുസ്തകങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലായിരിക്കും. ഒരുപക്ഷെ ടെലിവിഷന്റെ മുൻപിലായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായിരിക്കും, അല്ലെ ഫേസ്ബുക്കിലായിരിക്കും, വാട്സപ്പിലായിരിക്കും. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ടെക്നോളജിയുടെ സഹായത്തോടെ സൂമിലായിരിക്കുന്ന നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരാണ്. വ്യത്യസ്തമായിട്ട് ജീവിതം മാറ്റിമറിക്കണം. തങ്ങളുടെ ജീവിതത്തിലെ നായകൻ നായിക തങ്ങളായി മാറണം. അത് മറ്റു താരങ്ങളാകരുത്. ഈ ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്കൂടെ അവകാശപ്പെട്ടതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ സിസ്റ്റം തെരഞ്ഞെടുത്തത് എന്ന് നിശ്ചയിച്ചുകൊണ്ട് പ്രോഗ്രാമിലായിരിക്കുന്നവർക്കും ഇനി ആ ഗസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ അഡ്വൈസേഴ്സിന്റെ ക്ഷണം സ്വീകരിച്ച് പുതിയ ആളുകൾ ഈ പ്രോഗ്രാമിലുണ്ടെങ്കിൽ അവർക്കും പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. വളരെ നല്ല രീതിയിൽ നമ്മുടെ പരിവർത്തന പ്രസന്റേഷൻ അവതരിപ്പിച്ച രാജീവ് സാർ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപാട് പ്രോഗ്രാമുകളിൽ സംസാരിച്ചു. പക്ഷേ സൂം പ്രോഗ്രാമിൽ, ടൈഗർ പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ പ്രസന്റേഷൻ അവതരിപ്പിച്ചത്. വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. നമ്മളെല്ലാവരും തന്നെ നല്ല രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ചെയ്യാൻ പഠിക്കേണ്ടതാണ്. അപ്പൊ എല്ലാവരും അതിന് തയ്യാറാവുക. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മറ്റു സ്ഥലങ്ങളിലെല്ലാം കുറച്ച് നേതാക്കന്മാരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ആ നേതാക്കന്മാരുടെ കസേരയിലേക്ക് നമ്മളെ ആരും ക്ഷണിക്കാറില്ല, അല്ലെ? ഏത് മേഖല എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ, ആരും കുറ്റമായി പറയുന്നതല്ല, പല പല മത പരിപാടികളും നമ്മൾ കേൾക്കാറുണ്ട്. എല്ലാ മതങ്ങളിലും തന്നെ മതപ്രസംഗങ്ങളും അതേമാതിരി തന്നെയുള്ള സംഭാഷണങ്ങളും കേൾക്കാറുണ്ട്. അപ്പോൾ അവിടെ ആ വ്യക്തി, വിശിഷ്ടനായ വ്യക്തി സംസാരിക്കുന്നല്ലാതെ ഒരിക്കലും ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരാറുണ്ടോ? നമ്മൾ വരാറില്ല, അല്ലെ? പല രാഷ്ട്രീയപരമായ മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്, അവിടെ നേതാക്കന്മാർ സംസാരിക്കാറുണ്ട്. പക്ഷെ ആ സീറ്റിലേക്ക്, ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്താറുണ്ടോ? ഇല്ല. ഒരുപാട് താരങ്ങളെ നമ്മൾ ആരാധിക്കാറുണ്ട്, സിനിമയിലായാലും ക്രിക്കറ്റിലായാലും സംഗീതത്തിലായാലും. പക്ഷെ ആ താരങ്ങളാകാനായിട്ട് അവരാരും നമ്മളെ പ്രോത്സാഹിപ്പിക്കാറില്ല, ശരിയല്ലേ? ഒരു സ്കൂളിൽ എത്ര ഹെഡ് മാസ്റ്റർ ഉണ്ടാവും രാജീവ് സാർ? ഒരു സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടാവുള്ളൂ, അല്ലെ? ഒരു പോലീസ് സ്റ്റേഷൻ, അല്ലെ? അപ്പൊ ആ സീറ്റിലേക്ക് നമ്മളെ ചെന്നെത്തിക്കാൻ നമ്മളാരും സഹായിക്കാറില്ല, ആരും പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ അതേസമയം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മോദിഗർ ബിസിനസിന്റെ പ്രത്യേകത, തങ്ങളായിരിക്കുന്ന ആ ഒരു ഇരിപ്പിടത്തിലേക്ക്, ആ ഒരു പൊസിഷനിലേക്ക് കൂടെ വരുന്ന എല്ലാവരെയും എത്തിക്കാൻ ബുദ്ധിമുട്ടുന്ന, ആഗ്രഹിക്കുന്ന, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന വലിയൊരു ഗ്രൂപ്പാണ്, വലിയൊരു ടീമാണ് മോദി കെയർ ടീം എന്ന് പറയും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത്തരത്തിൽ ഈ പ്രോഗ്രാമിലായിരിക്കുന്ന ഓരോരുത്തരും ഇത്തരത്തിലുള്ള പ്രസന്റേഷനൊക്കെ ചെയ്യാൻ തയ്യാറായിട്ട് മുന്നിലേക്ക് വരിക. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നന്ദി പറയാം. കാരണം പണ്ടത്തെ ലീഡേഴ്സിനൊന്നും ഇത്തരത്തിൽ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ഈ അവസരത്തെ പറ്റി അറിയുന്നതിനും മറ്റുള്ളവരേക്ക് എത്തിക്കുന്നതിനൊന്നും അവസരം ഉണ്ടായിരുന്നിട്ടില്ല. അവരെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് പണം മുടക്കിയൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നതിനും ഒക്കെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ എല്ലാവരും വിജയാശംസകൾ. എന്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ട്രീസ മാഡം പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്നെ മോദിക്കർ അവസരം പരിചയപ്പെടുത്തിയ എന്റെ ഗ്രേറ്റ് അപ്പലൈനായിട്ടുള്ള ജസ്റ്റിൻ സാറിനോടാണ്. പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. മോദിക്കർ വരുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്, പല പല ജോലികൾ ചെയ്തിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഓട്ടോ ഓടിച്ചിട്ടുണ്ട്, ഡ്രൈവറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ജോലിയേക്കാൾ നല്ലത് ബിസിനസ് ആണെന്ന് എനിക്കറിയാമായിരുന്നു, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, അല്ലെ? പക്ഷെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അത് തുടങ്ങുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോലി എന്നുള്ള ആ കോൺസെപ്റ്റിൽ ഒതുങ്ങിയത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോദി കെയറിനെ കുറിച്ച് കേൾക്കുന്നത്, ഒരു ബിസിനസ് സ്റ്റാർട്ടർ കിറ്റിനെ പറ്റി കേൾക്കുന്നത്. വെറും ബിസിനസ് സ്റ്റാർട്ടർ കിറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ബിസിനസ് ആരംഭിക്കാം.
നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെ മോദി കെയർ എന്ന് പറയുന്നത്, സാമ്പത്തികമില്ലെങ്കിലും ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും നാട്ടുകാരുടെ സഹായത്തോടു കൂടി, നാട്ടുകാരുടെ പണത്തിന്റെ സഹായത്തോടു കൂടി ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ മനസ്സിലാക്കിയത്. പറയാൻ കാരണം, നിങ്ങളുടെ കൈകളിൽ പണമില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നാട്ടുകാരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ ഒരുപാട് പണം. ആ പണം കൊടുത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യാനാണ് നമ്മളുടെ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് എനിക്ക് വലിയൊരു അറിവായിരുന്നു. കാരണം സാധാരണ രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങണം തന്നെ നമ്മുടെ കയ്യിൽ പണം വേണം. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് പ്രത്യേകത എന്താണ്? നമ്മളൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. പണം മുടക്കുന്നത് ആരാണ്? കമ്പനി മോദി കെയർ, സമീർ മോദി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും, ടെക്നോളജിയെയും സ്റ്റാഫിനെയും എല്ലാം കമ്പനി നിയോഗിച്ചിട്ടുണ്ട്. മനോഹരമായ ലൈഫ് സ്റ്റൈൽ സെന്ററുകൾ കോടിക്കണക്കിന് രൂപ റെന്റ് കൊടുത്തുകൊണ്ട് കമ്പനി നമുക്കായിട്ട് തരുന്നുണ്ട്. നമുക്ക് ട്രെയിനിങ്ങൾ തരുന്നുണ്ട്, നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട്. എല്ലാവിധ റിസ്ക് ഫാക്ടേഴ്സും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മോദി കെയർ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മളുടെ റോൾ എന്താണ്? ഇതെല്ലാം ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്, അല്ലെ? പണം മുടക്കേണ്ട ആവശ്യമില്ല. കാരണം പണം സമീർ മോദി സാർ മുടക്കിയിട്ടുണ്ട്. അപ്പൊ അതിനോടൊപ്പം നമ്മുടെ കൂടെ വരുന്ന ഓരോ ആളുകളുമാണ് അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഇത്രയും കാലം വരെ മറ്റു കടകളെ ആശ്രയിച്ചിരുന്നു, മറ്റു ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിരുന്നു. അവർ മോദി കെയർ ഉൽപ്പന്നങ്ങളെ പറ്റി മനസ്സിലാക്കി, ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കി, ക്വാളിറ്റി മനസ്സിലാക്കി, അതിലെ ഡിസ്കൗണ്ടുകളും ഓഫറുകളും മനസ്സിലാക്കി മോദി കെയറിലേക്ക് വരുമ്പോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിന് പണം മുടക്കുന്ന ആരാണ്? നമ്മളല്ല, അല്ലെ? നമ്മൾ കൂടെ വരുന്ന, നേരത്തെ പറഞ്ഞ രീതിയിൽ തമാശ രൂപത്തിൽ പറഞ്ഞ നാട്ടുകാരാണ്, നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അവരെ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ എടുത്ത എഫർട്ടിന്, പരിശ്രമത്തിന്, അല്ലെ, ആ പരിശ്രമത്തിനാണ് മോദി കെയർ നമുക്ക് ഒരുപാട് പാരിതോഷികങ്ങളും വലിയ വരുമാനവും മികച്ച ജീവിതവും തന്ന് നമ്മളെ സഹായിക്കുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ശരിയല്ലേ? ഒരു സാധാരണ വ്യക്തി സാധാരണ കടകളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തി മോദി കെയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും മോദി കെയർ ഓപ്പർച്യൂണിറ്റിയെ പരിചയപ്പെടുത്താനും തയ്യാറാവുമ്പോൾ അതിന് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് ഞാൻ ഏതാനും കുറച്ച് കാര്യങ്ങൾ പറയാം. എസ്പെഷ്യലി പുതിയ ആൾക്കാർക്ക് വേണ്ടിയും പ്രോഗ്രാമിലായിരിക്കുന്ന അഡ്വൈസേഴ്സിന് നിങ്ങളുടെ പ്രസന്റേഷൻസിൽ അത് ഉപകാരപ്രദമാവുമെങ്കിൽ അത് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയാണ്. സാധിക്കുന്ന ആൾക്ക് വേണ്ടി നോട്ട് ചെയ്തെടുക്കാം. ഒന്ന്, നമ്മൾ കേട്ടു ഇത്രയും കാലം വരെ ഇടനിലക്കാരുടെ ചൂഷണത്തിന് നമ്മൾ വിധേയരായിരുന്നു, അല്ലെ? ഇടനിലക്കാരുടെ ചൂഷണത്തിന് വിധേയരായിട്ടാണ് ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിച്ചിരുന്നത്. 100 രൂപയ്ക്ക് ഉൽപ്പന്നം വാങ്ങിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എത്ര രൂപയുടെയാണ്? 35-40 രൂപയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയത്. ഇടയ്ക്കുള്ള 60-65% നമ്മൾ അറിയാതെ ഇടനിലക്കാര് ചോർത്തിക്കൊണ്ടുപോയി അവിടെ റീറ്റെയിലറും ഹോൾസെയിലറും ഡിസ്ട്രിബ്യൂട്ടറും സ്റ്റോക്കിസ്റ്റും, അല്ലെ, ഇങ്ങനെ നിരവധി ആളുകൾക്ക് കൂടി പണം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിരുന്നത്. അതേസമയം മോദി കെയറിലേക്ക് വരുമ്പോൾ ഇടനിലക്കാരെ ഒഴിവാക്കി അവർ ചോർത്തിക്കൊണ്ടു പോയിരുന്ന തുക നമുക്ക് തന്നെ തിരിച്ചു ലഭിക്കുന്നു. അതാണ് ഒരു ബെനിഫിറ്റ്, അല്ലെ? രണ്ടാമതായിട്ട് എന്താണ് മറ്റു ബെനിഫിറ്റ്? നിലവാരമില്ലാത്ത ആവറേജ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയ സജീവമായ സാഹചര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങളിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുന്ന വാർത്തകൾ നമ്മൾ ഞെട്ടിക്കുന്നതാണ്, അല്ലെ? നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ പറ്റിയുള്ള വാർത്തകൾ നിരന്തരമായി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ അങ്ങനെയുള്ള നിലവാരമില്ലാത്ത ആവറേജ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളിൽ നിന്നും ഇന്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളിലേക്ക്, നിലവാരമുള്ള ഉൽപ്പന്നങ്ങളിലേക്ക്, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു. നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയല്ലേ? കാരണം മോദി കെയർ വന്നില്ല എങ്കിൽ ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി, അല്ലെ, നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നോ എന്ന് ചിന്തിക്കുന്നത് നമുക്ക് നല്ലതാണ്. അതിന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ശരിയല്ലേ? അപ്പൊ ആവറേജ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾക്ക് പകരം നിലവാരമുള്ള അന്താരാഷ്ട്ര ഗുണമേന്മയുള്ള മായമില്ലാത്ത ഉൽപ്പന്നങ്ങളിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നു എന്നുള്ള മറ്റൊരു പ്രത്യേകത. പതിവുമാര് തന്നെ ഇത്രയും കാലം വരെ ഒരുപക്ഷെ മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു ആരോഗ്യം നഷ്ടപ്പെട്ടു അതിലൂടെ വരുന്ന രോഗങ്ങൾ, ആ രോഗങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ടുവരുന്ന വേറെ രോഗങ്ങൾക്ക്, അല്ലെ, പലപ്പോഴും നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്നുണ്ട്, രോഗങ്ങൾ വന്ന് മരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് രോഗങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ട് ധാരാളം ആളുകൾ മരിക്കുന്നു എന്നുള്ള വാർത്ത പലപ്പോഴും നമ്മൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെ അറിയാറുണ്ട്. ശരിയല്ലേ? അപ്പോൾ അതിന് പകരം
നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വഴിയായിട്ട് അതിനോടൊപ്പം ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്ത പോഷകങ്ങൾ സപ്ലിമെന്റ് വഴി അതും വൻ വില കുറവിൽ നമുക്ക് ലഭിക്കുന്ന വഴിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പണത്തെ തിരിച്ച് അല്ലെ 5 സ്റ്റാർ ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ അധ്വാന ഫലം പോകാതെ ആ പണത്തെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനും നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും സ്വപ്നങ്ങൾ നേടുന്നതിനും ആ പണത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. ഇത് വലിയൊരു കാര്യമല്ലേ? യെസ് ഓർ നോ? അപ്പൊ നമുക്ക് ഇൽനെസ്സിന് പകരം വെൽനെസ്സിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നു അല്ലെ? രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കുന്ന എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതേമാതിരി തന്നെ ഇത്രയും കാലം വരെ 1 മാൻ ഷോയാണ് ചെയ്തിരുന്നത് അല്ലെ? 1 മാൻ ഷോ, ഒറ്റയ്ക്കുള്ള അധ്വാനം, ശരിയല്ലേ? ആക്റ്റീവ് ഇൻകം, ജോലി ചെയ്താൽ നമുക്ക് വരുമാനം കിട്ടും, ജോലി ചെയ്തില്ലെങ്കിൽ വരുമാനം നമുക്ക് കിട്ടുന്നില്ല അല്ലെ? ആ കോൺസെപ്റ്റ് ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കാം പുതിയ ആളുകൾക്ക് വേണ്ടി. ഞാൻ തനിയെ 100 രൂപ ഉണ്ടാക്കുന്നു, നാളെ ഞാൻ ജോലിക്ക് പോയില്ല എങ്കിൽ 100 രൂപയും ഇല്ലാതാവും. കാരണം എന്താണ്? ആ 100 രൂപ ഞാൻ തനിയെ ഉണ്ടാക്കിയതാണ് അല്ലെ? എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ മോദിക്കേന്റെ സിസ്റ്റം എന്താണ്? ആദ്യം നമ്മൾ ഒറ്റക്കാണ് നമ്മൾ വരുന്നതെങ്കിലും ഈ ഗ്രൂപ്പിലുള്ള മിക്കവാറും നമ്മളെല്ലാവരും ഒറ്റക്കാണ് വന്നത് അല്ലെ? പക്ഷെ ഇന്ന് ഈ ഗ്രൂപ്പിലുള്ള പല ആളുകൾക്ക് ടീമുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും നമ്മുടെ ടീമിൽ പ്രവർത്തിക്കുന്നുണ്ട്, ശരിയല്ലേ? അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ വരുന്ന ടീമിന്റെ അധ്വാന ഫലം നമ്മളിൽ കേന്ദ്രീകരിക്കുന്നു. അത്തരത്തിലൊരു ടീം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തനിച്ച് 100 രൂപ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നാളെ ജോലിക്ക് പോയില്ല എങ്കിൽ 100 രൂപ ഇല്ലാതാവുന്നു. കാരണം 100 രൂപ നമ്മൾ തനിച്ചുണ്ടാക്കിയതാണ്. നേരെ 100 പേരിൽ നിന്നാണ് ഓരോ രൂപ കിട്ടുന്നതെങ്കിൽ നാളെ നാം ജോലിക്ക് പോയില്ലെങ്കിൽ എത്ര രൂപ ഇല്ലാതാവും? 1 രൂപ മാത്രമേ ഇല്ലാതാകൂ, ബാക്കി 99 രൂപയും നമുക്ക് കിട്ടും. ഏതാണ് സുരക്ഷിതത്വം? ഏതാണ് സേഫ്? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് അധ്വാനിച്ചുണ്ടാകുന്ന ആക്റ്റീവ് ഇൻകത്തിൽ നിന്നും പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നു. കുറച്ചു കാലത്തെ പ്രവർത്തനം വഴിയായിട്ട് നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ പോലും നമ്മൾ വഴി സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ നെറ്റ്വർക്കിൽ മോദി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ടീം അംഗങ്ങൾ ഉപയോഗിക്കുമ്പോഴും ആ ടീം അംഗങ്ങൾ മറ്റുള്ളവർക്ക് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴും കമ്പനി പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കുമ്പോഴും ആ ഉൽപ്പന്നങ്ങൾ വീണ്ടും നമ്മുടെ കൺസൾട്ടൻസ് ഉപയോഗിക്കുമ്പോഴും വിൽക്കുമ്പോഴും അതനുസരിച്ച് ആരാണോ ഇതിന് കാരണമായ വ്യക്തി അല്ലെ, അയാൾക്ക് പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല പ്രവർത്തിക്കാതിരിക്കുമ്പോഴും കിട്ടുന്ന മനോഹരമായ ഒരു ഇൻകത്തിന്റെ പേരാണ് പാസീവ് ഇൻകം അല്ലെ? അതുകൊണ്ടാണ് പണ്ടൊരു മീറ്റിംഗിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, പണിയെടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ കുടുംബം കഷ്ടപ്പെടരുത്, ബുദ്ധിമുട്ടരുത്, നിങ്ങൾക്ക് ആത്മാർത്ഥമായ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജെന്യുവിനായിട്ടുള്ള പാരമ്പര്യമുള്ള നല്ല ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്ത് അതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണെന്ന് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ജെന്യുവിനായിട്ടുള്ള നല്ല ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അത് ഏതാണ്? മോദി കെയറിൽ നിങ്ങൾ പ്രവർത്തിക്കുക. എന്തിനു വേണ്ടിയാണ്? പാസീവ് ഇൻകം കിട്ടുന്നതിന് വേണ്ടി അല്ലെ? ആക്റ്റീവ് ഇൻകത്തിന് പകരം പാസീവ് ഇൻകം കിട്ടുന്നതിന് വേണ്ടിയായിട്ട് നിങ്ങൾ മോദി കെയറിൽ പ്രവർത്തിക്കുക. ഇനി ഇത്രയും കാലം വരെ നമ്മൾ പഠിച്ചിരുന്നത്, നമ്മുടെ സ്കൂളുകളും ഗുരുക്കന്മാരും മാതാപിതാക്കളും പഠിപ്പിച്ചിരുന്നത് എന്തുണ്ടാക്കാനാണ്? ലയബിലിറ്റി ഉണ്ടാക്കാനാണ് അല്ലെ? അതിന് മലയാളം എന്താണ്? ബാധ്യതകൾ സൃഷ്ടിക്കാനാണ് അല്ലെ? ബാധ്യതകൾ ഉണ്ടാക്കാനാണ്. നമ്മൾ കരുതിയിരുന്നത് നമ്മൾ വാങ്ങിക്കൂട്ടുന്ന കാറും നമ്മൾ മനോഹരമായ വീടും എല്ലാം നമ്മുടെ ആസ്തിയാണെന്നാണ് അല്ലെ? ശരിയല്ലേ? പക്ഷെ കാറ് വാങ്ങിച്ചാൽ അത് ആസ്തിയാണോ ബാധ്യതയാണോ? കാറ് മേടിച്ചാൽ അതിന് ഡീസൽ അടിക്കണം, പെട്രോൾ അടിക്കണം, ടാക്സ് അടക്കണം, ഇൻഷുറൻസ് അടക്കണം. പണം ഇങ്ങോട്ട് വരുമ്പോൾ പണം അങ്ങോട്ട് പോകും. പണം പോയിക്കൊണ്ടേയിരിക്കും അല്ലെ? പണം പോയിക്കൊണ്ടേയിരിക്കും. അതെന്താണ്? അതൊരു ബാധ്യതയാണ്. മനോഹരമായൊരു വീട് വെച്ചു, വീട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പണം വേണം, ടാക്സ് കൂടുതലായിരിക്കും അല്ലെ? ക്ലീൻ ചെയ്യാൻ വേണ്ടി ആള് നിർത്തണം. പണം ഇങ്ങോട്ട് വരുമ്പോൾ പണം അങ്ങോട്ട് പോകും. ഇത്രയും കാലം വരെ നമ്മൾ കരുതിയിരുന്നത് നമ്മുടെ മനോഹരമായ കാറും മനോഹരമായ വീടും എല്ലാം നമ്മുടെ ആസ്തിയാണെന്നാണ്. പക്ഷെ അതെല്ലാം ബാധ്യതയാണെന്ന് നമ്മളെ പഠിപ്പിച്ചതാരാണ്? മോദി കെയർ ആണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, നമ്മുടെ ലീഡേഴ്സ് ആണ് അല്ലെ? അതുകൊണ്ട് ദൈവാനുഗ്രഹത്താല് ഞാൻ കുറെ കാലം നേരത്തെ പറഞ്ഞ കുറച്ച് ആസ്തികൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. ആസ്തികൾ സൃഷ്ടിച്ചു. ആസ്തികളിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടിയപ്പോൾ ഞാനിപ്പോ അത്യാവശ്യം കൊള്ളാവുന്ന
ഒരു വീട് വെച്ചു. പക്ഷെ ഞാൻ ആദ്യം സൃഷ്ടിച്ചത് ആസ്തികളാണ്. എന്നെ അത് സൃഷ്ടിക്കാൻ പഠിപ്പിച്ചത് മോദി കെയർ ആണ്, മോദി കെയർ ലീഡേഴ്സ് ആണ്, മോദി കെയർ കമ്പനിയാണ്. എനിക്കിന്ന് അന്ന് സൃഷ്ടിച്ച പല ആസ്തികളിൽ നിന്ന് ഇന്ന് എനിക്ക് സ്ഥിരമായി വരുമാനം ലഭിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾക്ക് എന്താണ്, ബാധ്യതകൾക്ക് പകരം ആസ്തി സൃഷ്ടിക്കാൻ സാധിക്കുന്നു, ലയബിലിറ്റിക്ക് പകരം അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ വീട് വെച്ച് ആഡംബര വസതിയിൽ താമസിക്കുന്ന വീടുകൾ പണിത് എന്ത് ചെയ്യണം, വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നു, അത് നമ്മുടെ ആസ്തിയായിട്ട് മാറുന്നു. ഞാൻ അത് ചെയ്തു. വാഹനം നേരത്തെ പറഞ്ഞ പോലെ ആഡംബര വാഹനം മേടിക്കുന്നതിന് പകരം വാഹനം വാടകയ്ക്ക് കൊടുത്ത് നല്ല ടയർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ എന്തായിട്ട് മാറുന്നു, അത് ആസ്തിയായിട്ട് മാറുന്നു. അപ്പൊ ഇത് നമ്മളെ പഠിപ്പിച്ചത് മോദി കെയറാണ് അല്ലെ. അപ്പൊ അതേമാതിരി മോദി കെയറിൽ വരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, സമയത്തെ വിൽക്കുന്നു അല്ലെ. സമയത്തെ മറ്റുള്ളവർക്ക് വേണ്ടി വിൽക്കുന്നു, സമയത്ത് വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. നേരെ മറിച്ച് പൈസയെ ഇൻവെസ്റ്റ് ചെയ്യാൻ, മറ്റുള്ളവരുടെ അധ്വാനത്തോടെ ഇരട്ടിപ്പിക്കാനായിട്ട് നമ്മളെ പഠിപ്പിച്ചതാരാണ്, മോദി കെയറാണ് അല്ലെ. സമയത്തെ വിൽക്കുന്നതിന് പകരം സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മോദി കെയർ നമ്മളെ പഠിപ്പിക്കുന്നു. അതേമാതിരി ഇത്രയും കാലം വരെ നമ്മൾ പ്രവർത്തിച്ചിരുന്നത് ആർക്കു വേണ്ടിയാണ്, മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെ. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് പണിയെടുത്തിരുന്നതെങ്കിൽ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ നമ്മളെ പഠിപ്പിച്ചത് ആരാണ്, മോദി കെയറാണ്. അംഗീകാരമില്ലാത്ത ജീവിതത്തിൽ നിന്ന് അംഗീകാരമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ എത്തിച്ചത് മോദി കെയറാണ് അല്ലെ. ഇങ്ങനെ നിരവധിയായ നേട്ടങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും തീരില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് നിരവധി നേട്ടങ്ങളാണ് മോദി കെയറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങളും നമ്മുടെ കയ്യിലുള്ള സേവനങ്ങളും പരമാവധി ആൾക്കാർക്ക് വിൽക്കുക എന്നുള്ളതാണ് അല്ലെ. വിൽക്കുക എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും സെയിൽസിനോട് ഭയങ്കര മടിയാണ് അല്ലെ. നല്ല നല്ല വിൽപ്പനക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ രാജീവ് സാർ ഉൾപ്പെടെയുള്ള, ട്രീസ മാഡം ഉൾപ്പെടെയുള്ള, അനു മാഡം, സുജാത്, ഒരുപാട് പേരുണ്ട്. എല്ലാവരും നല്ല വിൽപ്പനക്കാരാണ്. എല്ലാവരും പേര് പറയുന്നില്ല. പക്ഷെ നമ്മളെല്ലാവരും നല്ല വിൽപ്പനക്കാരാണ്. നമ്മളെല്ലാവരും നന്നായിട്ട് വിൽക്കുന്നുണ്ട്. ഒരു ടീച്ചർ എന്താ ചെയ്യുന്നത്, ടീച്ചർ ചെയ്യുന്ന വിൽപ്പനയല്ലേ. ടീച്ചറിന്റെ അറിവ് കുട്ടികൾക്ക് വിൽക്കുന്നു. ആ കുട്ടികൾക്ക് അറിവ് വിൽക്കുമ്പോൾ അവിടെ നിന്ന് ശമ്പളം കിട്ടുന്നു, ശരിയല്ലേ. നമ്മുടെ സാധാരണ ജോലിക്കാർ, ഇപ്പൊ നമ്മൾ മേസൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കാർപ്പന്റേഴ്സ്, അവരെന്താ ചെയ്യുന്നത്, അവർക്ക് അറിയാവുന്ന അവരുടെ ജോലി മറ്റുള്ളവർക്ക് വിറ്റ് അതിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടുന്നു, കൂലി കിട്ടുന്നു, ശമ്പളം കിട്ടുന്നു അല്ലെ. എല്ലാവരും അത് തന്നെ ചെയ്യുന്നത്. ഇനി ഇപ്പൊ ഈ പ്രോഗ്രാമിൽ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അല്പം പാർട്ടിസിപ്പേഷൻ കുറവാണ്. എല്ലാവരും ഓട്ടത്തിലാണ്. ക്രിസ്മസിന്റെ സെലിബ്രേഷനിലും മറ്റു ഓട്ടത്തിലേക്കാണ്. പ്രേമിച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ? അതായത് ശരിക്കും പറഞ്ഞ കാമുകിയിൽ നിന്നും പ്രേമം കിട്ടുന്നതിന് വേണ്ടിയായിട്ട് വിറ്റിട്ടില്ലേ അല്ലെ. പുന്നാര വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും, കണ്ണെ പൊന്നെ കരളെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവും അല്ലെ. എന്റെ കൂടെ നീ എന്നെ വിവാഹം കഴിച്ചാൽ, എന്നെ കല്യാണം കഴിച്ചാൽ നിന്നെ പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. പറഞ്ഞിട്ടുണ്ടോ? അതൊരു വിൽപ്പനയല്ലേ ശരിക്കും അല്ലെ. സ്വയം വിൽക്കണി, നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും, മേക്കപ്പ് ഇട്ടിട്ടുണ്ടാവും അല്ലെ. വരുന്ന വഴിയിൽ കാത്തു നിന്ന എന്താണ്, വിൽപ്പനയല്ലേ. അവനവനെ വിറ്റു അല്ലെ. ആ വിൽപ്പന ഏറ്റവും നല്ല രീതിയിൽ വിൽപ്പന നടത്തിയ ആളുകൾക്ക് അവർ കാര്യം നടന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും അറിയാതെയോ വിൽപ്പന ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. എല്ലാവരും വിൽപ്പന അറിയാതെയോ ചെയ്യുന്നവരാണ്. അപ്പോൾ ഞാൻ ഒന്നും വിൽക്കുന്നില്ല, ഞാൻ സെയിൽസ്മാൻ അല്ല, സെയിൽസ് ഗേൾ അല്ല എന്ന് ആരും പറഞ്ഞിട്ട് കാര്യം, നമ്മൾ അറിയാതെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ നേരത്തെ പറഞ്ഞ വിൽപ്പനയോട് എന്തെങ്കിലും ഈഗോയൊക്കെ ഉണ്ട്, അതിനോട് എല്ലാം ഗോ പറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ സേവനങ്ങൾ വിൽക്കുക. എന്തായാലും നമ്മൾ വിൽക്കേണ്ടി വരും. എവിടെയും നമ്മൾ വിൽപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ കോടീശ്വരന്മാരായ ആൾക്കാരെല്ലാവരും തന്നെ നല്ല നല്ല വിൽപ്പനക്കാരാണ്. യൂസഫ് അലി സാറിനെ എടുത്തു കഴിഞ്ഞാലും, ചിറ്റിലപ്പള്ളി ഔസോപ്പിനെ എടുത്തു കഴിഞ്ഞാലും അല്ലെ, ഏറ്റവും പുതിയ തലമുറയിലെ ജെഫ് ബെസോസിനെ എടുത്തു കഴിഞ്ഞാലും, ആമസോൺ അല്ലെ, ആമസോണിന്റെ മുതലാളി ജെഫ് ബെസോസിനെ എടുത്താലും അവരും ചെയ്യുന്നത് വിൽപ്പന തന്നെയാണ്. പക്ഷേ അവരാരും തന്നെ ഉൽപ്പന്നങ്ങൾ പഴയകാലത്തെ കോടീശ്വരന്മാരെ പോലെ ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അല്ലെ. ആമസോണിന്റെ മുതലാളി നമ്മുടെ ജെഫ് ബെസോസ് ചാണകം വരെ വിൽക്കുമെന്ന് പറയാം. ചാണകം
പൂജാ ആവശ്യങ്ങൾക്കുള്ള ചാണകം ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് നമുക്ക് വിൽക്കാം, ആമസോണിൽ നമുക്ക് വാങ്ങിക്കാം, ശരിയല്ലേ? പക്ഷെ ഈ ചാണകം ഉണ്ടാക്കുന്നത് ആരാണ്? ജെഫ് ബെസോസ് ആണോ? ചാണക വരളിയാണ് പൂജാ ആവശ്യങ്ങൾക്കുള്ളത്. എന്റെ അറിവ് ശരിയാണ്, 450 രൂപ കൊടുത്താൽ കിട്ടും, 3-4 പീസ് കിട്ടുന്നു. ഇത് ഉണ്ടാക്കുന്നത് ആരാണ്? ഉണ്ടാക്കുന്നത് വേറെ ആളുകളാണ്. അതെന്തുണ്ടാക്കി? അതെന്ത് ചെയ്തു? അത് ഉൽപ്പന്നങ്ങൾ വില കുറവിൽ വാങ്ങിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കി കൊടുത്തു. ആ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ആമസോൺ, അല്ലെ? അതേ ഒരു വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കി ലോകം മുഴുവൻ എന്താണ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. ഇവിടെയും മോദിക്കാർ നമ്മളോട് പറയും, നമ്മളൊന്നും ഉണ്ടാക്കണ്ട, ഒന്നും നിങ്ങൾ മാനുഫാക്ചർ ചെയ്യണ്ട, അതെല്ലാം കമ്പനി ചെയ്തിട്ടുണ്ട്. കമ്പനി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക, എല്ലാവർക്കും വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ, അല്ലെ? പല്ല് തേക്കുന്ന, കുളിക്കുന്ന, വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്ന, ചായ കഴിക്കുന്ന, കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന, വീട് വൃത്തിയാക്കുന്ന ഒരു കസ്റ്റമർ നെറ്റ്വർക്ക് ഉണ്ടാക്കിയാൽ അവർക്ക് കൃത്യമായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സിസ്റ്റം ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, ടെക്നോളജി ഉണ്ട്. അപ്പൊ ഇതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തി എല്ലാവരും അതീവ വിജയികളായിട്ട് മാറുക. സമയത്തിന്റെ പോരായ്മയിൽ നിർത്തുന്നു. ക്രിസ്മസ് ആണ്, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ധാരാളം മനോഹരമായ ഓഫറുകൾ കമ്പനി ഈ മാസം നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ പെർഫ്യൂം എനിക്ക് തോന്നുന്ന ഒരു 3-4 പാക്കറ്റ് വാങ്ങിച്ചു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000 മേലെ വില വരുന്ന പെർഫ്യൂം ഏതാണ്ട് 900 രൂപക്കാണ് കിട്ടിയത്. അപ്പൊ അതേമാതിരി തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ മീൽ റീപ്ലേസ്മെന്റ് ഷെയ്ക്കിന്റെയും അതേപോലെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ പൗഡറിന്റെ ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു. ഞാനും അതും എടുത്തു. പരമാവധി അതെല്ലാം ഉപയോഗപ്പെടുത്തുക. പിന്നെ കൊച്ചി പരിസരത്തുള്ള ആളുകൾക്ക് നാളെ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മുടെ MLC-യിൽ നടക്കുന്നുണ്ട്. സാധിക്കുന്ന ആൾക്കാർ ആ പ്രോഗ്രാമിൽ നിങ്ങളെ ഗസ്റ്റുകളുമായിട്ട് പങ്കെടുക്കുക. മോദി കെയറിന്റെ ഓരോ പ്രോഗ്രാമും ഓരോ അവസരമാണ്, ഓരോ ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെ? അത് സൂം മീറ്റിംഗ് ആയാലും അതേപോലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയാലും പ്രോഡക്റ്റ് ലോഞ്ചിങ് ആയാലും SED മീറ്റിംഗ് ആയാലും ഹോൾ മീറ്റിംഗ് എല്ലാം തന്നെ ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെ? ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നേരത്തെ പറഞ്ഞ ആൾക്കാർ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആ ഓപ്പർച്യൂണിറ്റിയിൽ വരുന്ന ആളുകൾ സ്വയം തീരുമാനമെടുത്ത് അവർ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വിജയം അവിടെ തുടങ്ങുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ, നന്ദി. എല്ലാവരും ഈ മാസം നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. 2026 ഈ വർഷത്തിലെ പോരായ്മകളെല്ലാം നികത്തി മികച്ച ചാമ്പ്യൻസ് ആയിട്ട് നേതാക്കന്മാരായിട്ട് എല്ലാവരും മാറട്ടെ. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. ജയ് മോദി കെയർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ജോളി സാർ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇനി നമ്മൾ അങ്ങോട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. നമ്മൾ ഒരു സെല്ലറായി മാറുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന എല്ലാം അനുഭവിക്കുവാൻ സാധിക്കും. അനുഭവം കൊണ്ട് തെളിയിച്ച ഒരു മഹാഗുരുവാണ് ജോളി സാറ്. ജോളി സാറിനെ പോലെ ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ ഈ ടൈഗേഴ്സ് ഇന്റർനാഷണലിൽ ഉണ്ട്. അവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. എനിക്ക് ഈ അവസരം തന്ന ജോളി സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ.